പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഹല്ലേലൂയ. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ തരുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് പകൽക്കാലവും ജീവിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. നിൻ്റെ ആഗ്രഹങ്ങളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ അവൻ അത് നിവർത്തിക്കും. നിൻ്റെ താല്പര്യം നിവർത്തിക്കുന്നവൻ, നിൻ്റെ ആഗ്രഹത്തെ തരുന്നവൻ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവം. കനാന്യ സ്ത്രീയോടുള്ള ബന്ധത്തിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഹല്ലേലൂയ ഈ ഒരു സംഭവ കഥയ്ക്കകത്തുനിന്ന് ദൈവം നമ്മൾക്ക് തരുന്ന ചില ഉപദേശങ്ങളെ ഇന്ന് പകൽക്കാലം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, ഹല്ലേലൂയ, കനാന്യ സ്ത്രീയുടെ ഹല്ലേലൂയ വിഷയത്തിൽ യേശു ഇടപെട്ടപ്പോൾ ഹല്ലേലൂയ തിരുവചനം വിളിച്ചു പറയുന്നു, യേശു കർത്താവിന് എല്ലാ ജാതിയിലും എല്ലാ ഭാഷയിലും എല്ലാ വംശത്തിൽ നിന്നുള്ളവരെ പ്രിയമാണ്. കർത്താവിന് എല്ലാവരോടും തൻ്റെ സ്നേഹവും കരുണയും തൻ്റെ കൃപയും വെളിപ്പെടുത്തുവാൻ ഇഷ്ടമാണ്. ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ റോമാലേഖനം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ അപ്പസ്തോലനായ പൗലോസ് ഇപ്രകാരം പറയുന്നത്, ഒരു വ്യത്യാസവുമില്ല. കർത്താവിന് യഹൂദനെന്നോ യവനനെന്നോ സ്വതന്ത്രനെന്നോ ദാസനെന്നോ ഒരു വ്യത്യാസവുമില്ല. തന്നോട് ചോദിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനായ ദൈവം. ഇന്ന് പകൽക്കാലം നാം ഏത് ജാതിയിലായിക്കോട്ടെ, ഏത് കുടുംബത്തിലായിക്കോട്ടെ, ഏത് ക്വാളിഫിക്കേഷനുള്ള വ്യക്തിയായിക്കോട്ടെ, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ അവൻ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. നാം ഏത് സ്ഥലത്തിരുന്നു കൊണ്ട് യേശുവേ എന്ന് വിളിച്ചാലും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയരെ, നാം അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു ഉറപ്പോട് വരണം. എന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത, എൻ്റെ യാചന നിരസിക്കാത്ത ഒരു കർത്താവുണ്ട്. അവൻ ഇന്ന് പകൽക്കാലവും എൻ്റെ ശബ്ദം നന്നായി അറിയാം, എൻ്റെ വിഷയത്തെ നന്നായിട്ടറിയാം. എന്നെ ഒരു നാളും അവൻ നിന്ന വിഷയമാക്കി വിടത്തില്ല എന്നൊരു ഉറപ്പോടെ നമുക്ക് അടുത്തു വരാം. അവൻ തള്ളിക്കളയാത്ത ദൈവം. അവൻ അതിരുകൾക്കപ്പുറത്ത്, അല്ലെങ്കിൽ പരിധിക്കപ്പുറത്ത്, മനുഷ്യനിടുന്ന ബൗണ്ടറിക്കപ്പുറത്ത് നമ്മെ സ്നേഹിക്കുന്ന ദൈവമത്രേ. അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ എല്ലാവരുടെയും ദൈവമാണ്. അതാ ഒന്നാമതായി ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ട്, അല്ലെങ്കിൽ തുടർച്ചയായി അല്ലെങ്കിൽ നിരന്തരമായി മടുപ്പില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നാൽ അവൻ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണമെന്ന്, ഹല്ലേലൂയ, ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുമ്പാകെ ഇടവിടാതെ എല്ലായ്പ്പോഴും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. 2 ലൂക്കോസ് 18:1 പറയുന്നു, നിങ്ങൾ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണം. ഇന്ന് രാവിലെയും അല്ലെങ്കിൽ ഒരു വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നാം മിണ്ടാതെ ഇരിക്കരുത്. നമ്മുടെ അപ്പയുടെ വാതുക്കൽ വന്ന് നമുക്ക് മുട്ടുവാൻ നമുക്ക് അധികാരമുണ്ട്. മടുപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഹല്ലേലൂയ ഒരു പക്ഷേ പെട്ടെന്നൊരു വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലും കർത്താവിൻ്റെ ആലോചന നാം ചോദിക്കണം. കർത്താവിൻ്റെ പിന്നാലെ നാം ചെല്ലണം. യാക്കോബ് ഹല്ലേലൂയ യാബോക്ക് എന്ന കടവിൽ ഹല്ലേലൂയ ദൈവവുമായിട്ട് ഹല്ലേലൂയ മൽപിടുത്തം നടത്തിയതുപോലെ കർത്താവുമായിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ വിടത്തില്ല എന്ന് പറഞ്ഞൊരു ഹല്ലേലൂയ ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണം. കർത്താവിന് അതിന് കഴിയും, കർത്താവിന് അത് ചെയ്യാൻ കഴിയും. എത്ര താമസിച്ചാലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. എത്ര താമസിച്ചാലും കർത്താവ് ചില വിഷയങ്ങൾക്ക് മറുപടി തരുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയരെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, എത്ര താമസിച്ചാലും, ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്ന വിഷയമായിരിക്കാം, എത്ര താമസിച്ചാലും, എത്ര ഹല്ലേലൂയ അതിനൊക്കെ തടസ്സം വന്നാലും നിശ്ചയമായി മടുപ്പില്ലാതെ വാതുക്കൽ മുട്ടുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നിൻ്റെ വിഷയത്തിന് അവൻ മറുപടി തരും, മറുപടി തരും. മൂന്നാമത്തെ കാര്യം, വിശ്വാസത്തിൻ്റെ പരിശോധനയത്രേ. നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നോ, ദൈവത്തിൻ്റെ പൈതലെന്നോ എന്ന് ഒരുപക്ഷെ ദൈവം പരിശോധിക്കും. വിശ്വാസത്തിൻ്റെ പരിശോധന കർത്താവിൻ്റെ സന്നിധിയിൽ വിലയേറിയതാണ്. അത് നാം മറന്നു പോകരുത്. ഇതാ കനാന്യക്കാരി സ്ത്രീയോട് മടുപ്പിക്കുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന പല വാക്കുകളും കർത്താവ് പറഞ്ഞു. ചുറ്റുപാടുകൾ അവൾക്ക് പ്രതികൂലമായിരുന്നു. സാഹചര്യം
എതിരായിരുന്നു. എന്നിട്ടും അവൾ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ചു, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് യേശുവിനെ ആശ്രയിച്ചു. ഇന്ന് പകൽക്കാലവും പലരും നമ്മളോട് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞെന്നിരിക്കാം. ഇത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹത്തിൻ്റെ വാക്ക് പറഞ്ഞാലും പ്രിയ ദൈവപൈതലെ, പിന്തിരിഞ്ഞു പോകരുത്. നിൻ്റെ വിശ്വാസത്തിൻ്റെ പരിശോധനയുടെ കാലഘട്ടത്തിൽ ഉറച്ചു നിൽക്കുക. 2, നിങ്ങളുടെ വാ കൊണ്ട് വേണ്ടാത്ത വാക്കുകൾ ഒന്നും പറയരുത്. കനാന്യക്കാരി സ്ത്രീയുടെ വായിലെ വാക്കുകൾ അവിടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന വാക്കുകളാണ്. ഹല്ലേലൂയ. മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിൻ്റെ നുറുക്കുകൾ മതി ഒരു നായ്ക്കുട്ടിയുടെ വിശപ്പടക്കാൻ എന്നുള്ളൊരു പ്രസ്താവന യേശുവിനെ ചലിപ്പിച്ചു. ഇസ്രായേലിൽ കണ്ടിട്ടില്ലാത്തൊരു വിശ്വാസം ഇതാ അന്യജാതിയുടെ വായിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കർത്താവ് മറന്നില്ല. ഇന്ന് പകൽക്കാലവും വിശ്വാസത്തിൻ്റെ പരിശോധനകൾ വരുമ്പോൾ നിങ്ങളുടെ ചുവടുകൾ വളരെ ശ്രദ്ധേയമത്രേ. നിങ്ങളുടെ വാക്കുകൾ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലവും നമുക്കും കർത്താവിനെ പിൻപറ്റാം. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. അവൻ എല്ലാവരുടെയും ദൈവമാണ്. 2, അവൻ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരും. 3, ഹല്ലേലൂയ, അവൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയിലൂടെ കടത്തിവിട്ടാലും അതിൻ്റെ അന്തിമ റിസൾട്ട് അത് നന്മയ്ക്കാക്കി മാറ്റും. വാതിക്കൽ മുട്ടുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണം. ഇവരുടെ വിഷയങ്ങളുടെ മേൽ തമ്പുരാൻ്റെ കരം ചലിക്കണം. ഇവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ നന്നായിട്ട് അറിയുന്ന കർത്താവ് അതിന്ന് പകൽക്കാലം നടത്തി ഇവരെ മാനിക്കണം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.